അപ്പോഴേ ഇന്ന് ആകെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരും കൂടെ രാവിലെ ഒരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങുക. ഞങ്ങളൊരു ബന്ധുവിൻ്റെ കല്യാണമാണ്. അമ്മ പതിപോലെ റേഷൻ കിടപ്പാൻ ഒരുങ്ങി ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ 9:15 കല്യാണം. അതാണ് ഇത്ര ധൃതി പിടിക്കുന്നത്. ധൃതി പിടിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചി ഇപ്പം അർജൻറ്റായിട്ട് ഒരു പട്ടിക്കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞാൽ പയ്യൻ വന്നെടുത്തിട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോവാൻ വന്നിട്ട് തരാമെന്ന്. അപ്പം പറഞ്ഞ് പറ്റത്തില്ല, ആളിനിപ്പോൾ കിട്ടിയേ പറ്റത്തുള്ളൂ. എന്തായാലും വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പേരുടെ ഉണ്ട്, അവരെ വൈകിട്ട് അത് കൊണ്ടേക്കൊള്ളാന്ന് പറഞ്ഞു. നോക്കിക്കോണേ 4 ദിവസം കൊണ്ട് ഇല്ലാതിരുന്ന ജോലിക്കാർ ഇന്നുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് തിളപ്പിച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് ഞാൻ കാറിനകത്ത് പോകുന്ന വഴിക്ക് വെള്ളം കൊടുത്തിട്ടാണ് പോയത്. ഇനിയിപ്പോൾ ചായയൊക്കെ ഇനിയിപ്പോൾ കടയിൽ നിന്ന് കുടിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യാനാണ്, നമ്മൾ ധൃതി പിടിച്ചു പോവില്ലയോ. അങ്ങനെ പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് തൊട്ട് ഭയങ്കര മഴയായിരുന്നു, മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴത്തേക്കിനും സ്വീകരണവും കഴിഞ്ഞ് കല്യാണ സമയം ആവാറായി കേട്ടോ. അങ്ങനെ ഒരു ചേച്ചി വന്ന ഇടയ്ക്ക് ആഷ്മയെ കണ്ട താലം എടുക്കാനായിട്ട് വിളിച്ചോട്ട് കേട്ടോ. പിള്ളേരെ തികഞ്ഞില്ല, അപ്പം ആഷ്മയെ കണ്ടപ്പം താലം എടുക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ തന്നെ ആഷ്മി താലപ്പൊലിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. രാവിലെ കല്യാണം കൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ. ചായ മാത്രം കുടിച്ചിട്ടാണ് പോയത്. പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. കാരണം നമുക്കറിയാം മുഹൂർത്തം ഈ സമയമാകുമ്പം രാവിലെ തന്നെ സദ്യ കഴിക്കണം. അപ്പോൾ രാവിലെ കൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. രാവിലത്തെ മുഹൂർത്തമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സദ്യാലയത്തിന് നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇനി രാവിലെ ആയതുകൊണ്ടാണോ ഇനി എന്ത് വന്നായിരുന്നൂടാ, എനിക്ക് സദ്യ കൊണ്ട് വലുതായിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. രാവിലെ നമ്മളിൽ ദോശ ഇടലൊക്കെ കഴിച്ച് ശീലിച്ചിട്ടായിരിക്കും രാവിലെ നമുക്ക് ഈ പരിപ്പും പപ്പടം കൂട്ടി സദ്യ കഴിക്കാനായിട്ടൊരു രസം തോന്നിയില്ല. പക്ഷേ ഈ സാമ്പാറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പരിപ്പ് രസമില്ലായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ പ്രഥമനൊക്കെ കിട്ടി. ബോളി എനിക്കല്ല കേട്ടോ, എനിക്ക് ബോളി ഇഷ്ടമേ അല്ല. ആഷ്മി പറഞ്ഞായിരുന്നു അമ്മയെ ബോളി വേണ്ടെങ്കിൽ മേടിച്ച് എനിക്ക് തരാൻ, അതിന് വേണ്ടി